സാഫല്യം പാർട്ട് 10. പേടിക്കേണ്ടെന്നേ, അവർ ആരും നിന്നെ പിടിച്ച് തിന്നാനൊന്നും പോണില്ല മീനാക്ഷി. ഇറങ്ങാൻ നേരം മീനുവിൻ്റെ ഭയം കണ്ട് എബി പറഞ്ഞു. പിന്നെ മറ്റുള്ളവരുടെ മുന്നിൽ നീ എന്നെ ഡോക്ടർ എന്നൊന്നും വിളിച്ചേക്കല്ലേ, എബിച്ചായനൊന്ന് വിളിച്ചാൽ മതി കേട്ടോ. അതിന് മീനു ചിരിച്ചുകൊണ്ടൊന്ന് തലയാട്ടി. ഭാര്യയായും മക്കളായും പരിചയപ്പെടുമ്പോഴെല്ലാം എബിയുടെ കൈകൾ മീനുവിൻ്റെ തോളിൽ തന്നെയായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോഴുള്ള ഭയം അവളിൽ നിന്നും മെല്ലെ മെല്ലെ മാറി തുടങ്ങി. മോനെ എബി തന്നെയാണ് കയ്യിലെടുത്തത്. തിരിച്ചു പോകുമ്പോൾ അവൾ വളരെ ഹാപ്പിയായിരുന്നു. പഴയതൊന്നും ഇപ്പോൾ അവൾ മനസ്സിലേയില്ല. എബി മാത്രം നിറഞ്ഞു നിൽക്കുകയായിരുന്നു. മോനും മോളും ഒരുപോലെ മീനുവിൻ്റെ മടിയിൽ ഉറക്കമായിരുന്നു. ഇറങ്ങിയതും എബി മോളെയും എടുത്ത് മുറിയിൽ കിടത്തി. മീനു മോനെ കിടത്തി എബിയെ ഒന്ന് നോക്കിയതും എബി അതേപോലെ തന്നെ മീനുവിനെയും ഒന്ന് നോക്കി. ഒന്ന് പുഞ്ചിരിച്ചിട്ട് എബി മുറിയിലേക്ക് പോയി. മീനുവും പുഞ്ചിരിയോടെ തന്നെ കിടന്നു. നിർത്താതെയുള്ള ഫോൺ റിങ് കേട്ടാണ് ദേവൻ കണ്ണു തുറന്നത്. കല്യാണിയാണെന്ന് കണ്ടതും അവൻ്റെ മുഖത്ത് അരിശം വന്നു. എന്താ കല്യാണി, നിനക്ക് വേണ്ടത്? ഒന്ന് ഉറങ്ങാനും സമ്മതിക്കില്ലേ? എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ദേവൻ അവിടെ സുഖമായി ഉറങ്ങിക്കോ. ഞാനിവിടെ ഹോസ്പിറ്റലിലാണ്. നിനക്കെന്തു പറ്റി? എനിക്ക് ഭ്രാന്തിളകി വന്നതാ. അവൻ്റെ ചോദ്യം കേട്ടതും അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. നിങ്ങൾക്ക് കുഞ്ഞിനെ വേണമെങ്കിൽ വന്ന് ഓപ്പറേഷനുള്ള സൈൻ ചെയ്തു കൊടുക്കണം. കെട്ടിയോൻ ജീവിച്ചിരിക്കുമ്പോൾ സൈൻ ചെയ്യാൻ ഞാൻ വേറെ ആളെ വാടകയ്ക്ക് എടുക്കേണ്ടല്ലോ. അരിശത്തോടെ തന്നെ കല്യാണി അത് പറഞ്ഞു. ഞാൻ വരാം. ദേവൻ പറഞ്ഞതും കോൾ കട്ട് ചെയ്തു. ഹോസ്പിറ്റലിൽ എത്തിയതും ദേവൻ കല്യാണിയുടെ അടുത്തേക്ക് ചെന്നു. അവൾക്ക് അവനെ കണ്ടപ്പോൾ ആശ്വാസം തോന്നി. ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്നത് ഈ സമയത്ത് തൻ്റെ ഭർത്താവിനെയാണ്. ദേവൻ ഓപ്പറേഷനുള്ള സൈൻ ചെയ്തു കൊടുത്തു. തിയേറ്ററിന് മുന്നിലെത്തിയതും അവൾ ദേവനെ ഒന്ന് തിരിഞ്ഞു നോക്കി. അവൻ്റെ ഒരാശ്വാസവാക്ക് അവൾ കൊതിക്കുന്നുണ്ടായിരുന്നു. കല്യാണിയുടെ വീട്ടുകാരും ദേവനും തിയേറ്ററിന് മുന്നിൽ തന്നെ ഇരുന്നു. താൻ കുറച്ചു നിമിഷം കൂടി കഴിഞ്ഞാൽ ഒരച്ഛനാകാൻ പോകുന്നു. ആ ചിന്ത അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർത്തി. സമയമേറെ കഴിഞ്ഞുപോയി. മണിക്കൂറുകൾക്ക് ശേഷം പുറത്തുനിന്നും ഡോർ തുറന്ന് പരവേശത്തോടെ 2 ഡോക്ടർമാരും ഒരു നേഴ്സും അകത്തേക്ക് കയറിപ്പോകുന്നത് കണ്ട് ദേവനും കല്യാണിയുടെ വീട്ടുകാരും ഒരുപോലെ ഞെട്ടി. ഡോക്ടർ, എന്തുപറ്റി? ദേവൻ പരവേശത്തോടെ ഒരു ഡോക്ടറിനോട് ചോദിച്ചു. സോറി കുഞ്ഞ്. അത് മുഴുവപ്പിക്കാതെ ഡോക്ടർ അകത്തേക്ക് കയറിപ്പോയി. അത് കേട്ടതും ദേവൻ ഞെട്ടിത്തരിച്ചു നിന്നു. തിയേറ്ററിന് മുന്നിൽ വളരെ വെപ്രാളത്തോടുകൂടി ദേവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. വളരെ പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടർ പുറത്തേക്ക് വന്നു. സോറി കുഞ്ഞ്. ഡോക്ടർ മുഴുവിക്കാനാകാതെ നിന്നു. അത് കേട്ടതും ദേവൻ ഞെട്ടിത്തരിച്ചു. ഡോക്ടർ, എന്താ ഈ പറയുന്നത്? ഇതുവരെ ഒരു കുഴപ്പവുമില്ലായിരുന്നല്ലോ, പിന്നെ പെട്ടെന്ന് എന്തുപറ്റി? ഞങ്ങൾ കഴിവിൻ്റെ പരമാവധി നോക്കി. കുഞ്ഞിനെ പുറത്തെടുക്കുന്നത് വരെ യാതൊരു കുഴപ്പവുമില്ലായിരുന്നു. കുഞ്ഞിന് കരച്ചിലോ അനക്കമോ ഒന്നുമില്ലായിരുന്നു. ദേവൻ വിഷമത്തോടെ ഒന്നും മൂളി. തനിക്കൊരിക്കലും ഒരു അച്ഛനാകാനുള്ള യോഗ്യതയില്ലേ? അവൻ്റെ മനസ്സിൽ പലവിധ ചിന്തകളുമായി നിന്നു. ഇനി ഒരിക്കലും കല്യാണിക്ക് ഒരു അമ്മയാകാൻ പറ്റില്ല. ഈ കുഞ്ഞിനെ തന്നെ റിസ്ക് എടുത്താണ് ഞങ്ങൾ പുറത്തെടുത്തത്. ഇനി ഒരിക്കൽ കൂടി പ്രഗ്നൻ്റ് ആയാൽ അത് കല്യാണിയുടെ ജീവന് ആപത്താവും, ഡോക്ടർ പറഞ്ഞു നിർത്തി. കല്യാണിക്ക് ബോധം വന്നതും ഡോക്ടർ 2 പേരോടായി പറഞ്ഞ കാര്യം കേട്ട് ദേവനും കല്യാണിയും ഒന്നുപോലെ ഞെട്ടി. അവളും ആ സത്യം ഉൾക്കൊണ്ടു. താനും ദേവനും ഒരുപോലെ തെറ്റ് ചെയ്തവരാണ്. ഇനി അതുകൊണ്ടാവും ദൈവം ഇങ്ങനെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. കുറച്ച് ദിവസത്തെ ഹോസ്പിറ്റൽ വാസത്തിന് ശേഷം കല്യാണി അവളുടെ വീട്ടിലേക്ക് മടങ്ങി. ദേവൻ നിരാശയോടെ അവൻ്റെ വീട്ടിലേക്കും. ഒരു കുഞ്ഞിനെ കൊന്ന് ഇങ്ങോട്ട് വന്നതല്ലേ, അവൾക്ക് ഇതേ വരൂ. ആ കൊച്ചിൻ്റെ പേരും പറഞ്ഞല്ലേ അവൾ നിന്നെക്കൊണ്ട് ഇത്രയും കാലം ഈ വീട്ടിലെ സകല ജോലിയും ചെയ്യിച്ചത്. അമ്മ പിറുപിറുക്കാൻ തുടങ്ങി. അമ്മ തന്നെ അവളെ ശപിച്ചു തുടങ്ങി. ദേവനൊന്നും മിണ്ടാതെ പുച്ഛത്തോടെ അമ്മയെ ഒന്ന് നോക്കി മുറിയിലേക്ക് കയറിപ്പോയി. അവൻ ബെഡിലേക്ക് നിരാശയോടെ കിടന്നു. മീനുവിനെയും അവളുടെ കയ്യിലുള്ള കുഞ്ഞിനെയും ഓർമ്മ വന്ന പോലെ അവൻ ബെഡിൽ നിന്നും എണീറ്റു. അന്നവൾ കണ്ണീരോടെ പറഞ്ഞു, ആ കുഞ്ഞ് തൻ്റേതാണ്. പക്ഷേ അന്നത്തെ ആ സുഖലോകത്ത് ഞാനത് നിഷേധിച്ചു. അവൻ ആ നിമിഷത്തെ സ്വയം പഴിച്ചു. എല്ലാം ഓർക്കുന്തോറും അവൻ്റെ മനസ്സ് അസ്വസ്ഥമായി തുടങ്ങി. അവളെ തൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുമ്പോൾ മുറിയിൽ നിന്നും ഓരോന്നായി പുറത്തു കളഞ്ഞു. ആദ്യം ഒഴിവാക്കിയത് വിവാഹ ഫോട്ടോയായിരുന്നു. ഇന്ന് ചുമരിൽ അതേ സ്ഥാനത്ത് തൂങ്ങിക്കിടക്കുന്നത് കല്യാണിയോടൊപ്പമുള്ള വിവാഹ ഫോട്ടോയാണ്. അവൻ മുകളിലെ മുറിയിൽ ചെന്ന് തിരച്ചിൽ നടത്തി. പൊടിപിടിച്ച് തുടങ്ങിയ അവളോടൊപ്പമുള്ള തൻ്റെ വിവാഹ ഫോട്ടോ അവൻ കയ്യിലെടുത്ത് അതിലേക്കൊന്ന് നോക്കി. അന്ന് ഇനി ഒരിക്കലും ഇതിൻ്റെ ആവശ്യമില്ലെന്ന് കരുതി കൊണ്ടിട്ടതിൻ്റെ ആവാം ഗ്ലാസുകളെല്ലാം ഉടഞ്ഞിരിക്കുന്നു. പുഞ്ചിരിയോടെ തന്നോടൊപ്പം ചേർന്നു നിൽക്കുന്നവൾ അന്നാദ്യമായി അവളെ അറിഞ്ഞ നിമിഷങ്ങൾ എല്ലാം ഓർത്ത് വിഷമത്തോടെ അവൻ അതിൻ്റെ മേലെ വിരലോടിച്ചതും ഉടഞ്ഞ ഗ്ലാസ് കൊണ്ട് അവൻ്റെ കൈവിരൽ മുറിഞ്ഞു. അതൊന്നും അവൻ അറിയാത്ത പോലെ അവളോടൊപ്പമുള്ള നിമിഷങ്ങൾ ഓർത്തുകൊണ്ടേയിരുന്നു.
അന്ന് അവളെ തൻ്റെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞു വിട്ടില്ലായിരുന്നെങ്കിൽ തൻ്റെ കുഞ്ഞിൻ്റെ അമ്മയായി, ഭാര്യയായി ഇപ്പോഴും അവൾ ഇവിടെ ഉണ്ടാകുമായിരുന്നു. അവൻ വേദനയോടെ എല്ലാം ചിന്തിച്ചു. പ്രസാദ് വിളിച്ചു. അവൻ്റെ ഭാര്യ ഗർഭിണിയാണെന്ന്. തറവാട്ടിൽ ആദ്യം ജനിക്കേണ്ടത് അവൻ്റെ കുഞ്ഞാവണം എന്നാവും ദൈവത്തിൻ്റെ വിധി. അമ്മ അവനെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു. ആദ്യം ജനിച്ചത് എൻ്റെ കുഞ്ഞു തന്നെയാ. പക്ഷേ അത് ഈ വീട്ടിലല്ലാതാക്കിയത് അമ്മ ഒറ്റൊരാൾ തന്നെയാ, ദേവൻ വിഷമത്തോടെ പറഞ്ഞു. ആ, ഞാൻ എന്തു ചെയ്തെന്നാ നീ പറയുന്നത്? അമ്മ ചോദിച്ചു. മീനുവിനെ എൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കിയത് അമ്മയല്ലേ കാരണം? അവൾ ഒരമ്മയാകാൻ നേരവും എന്നെ തേടി വന്നതാ. അന്നെങ്കിലും ഞാൻ അവളെ സ്വീകരിച്ചിരുന്നെങ്കിൽ. പറഞ്ഞത് മുഴുവിക്കാനാകാതെ ദേവൻ നിന്നു. അത് നിന്റെ അനിയൻ്റെ കൊച്ചാണെന്ന് നീ തന്നെയല്ലേ അന്ന് പറഞ്ഞത്? അമ്മ ചോദിച്ചു. താൽക്കാലിക സുഖത്തിന് വേണ്ടി ഞാൻ അന്നെൻ്റെ ജീവിത സുഖമായിരുന്നു കളഞ്ഞത്. അന്ന് അവൾ എന്നെ തേടി വന്നു. അന്നെങ്കിലും ഞാൻ സ്വീകരിച്ചിരുന്നെങ്കിൽ. അത് എൻ്റെ കുഞ്ഞ് ആയതുകൊണ്ട് തന്നെയല്ലേ അമ്മേ? ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? നീ ആ കൊച്ചിൻ്റെ അവകാശം ചോദിച്ചങ്ങ് പോയാൽ അവൾ നിന്നെ കയ്യിൽ വെച്ച് തരുമോ അതിനെ? ഇന്ന് ആ ഒരു അവകാശവും പറഞ്ഞു പോയാൽ അവൾ എന്നെ ആട്ടി ഓടിക്കും. വേദനിപ്പിച്ചതിനൊക്കെ അവളെ മുന്നിൽ അനുഭവിക്കേണ്ടി വരും ഞാൻ. അവൻ നിരാശയോടെ ഇരുന്നു. മാസങ്ങൾ കഴിഞ്ഞു. കല്യാണി തിരികെ വന്നത് ദേവൻ അവളെ ഒന്ന് നോക്കാൻ പോലും നിൽക്കാതെ ഇറങ്ങി. കല്യാണി ഒരു പുച്ഛത്തോടെ അത് നോക്കി നിന്നു. എന്താ അമ്മേ, ദേവൻ എന്നെ ഒരു മൈൻഡ് പോലും ചെയ്യാത്തത്? അവൾ അമ്മയോടായി ചോദിച്ചു. ഞാനിപ്പോൾ എന്തോ പറയാനാ അമ്മ? എന്താ വല്ല മൂന്നാം കെട്ടിനും ഉപദേശിച്ചു കൊടുത്തോ? എന്തു ചെയ്യാനാ? അവൻ കെട്ടിക്കൊണ്ടുവരുന്ന ഒരു പെണ്ണിനും അവനൊരു കൊച്ചിനെ കൊടുക്കാനുള്ള കഴിവില്ല. ദൈവകോപം അല്ലാതെന്താ? അവൾ അമ്മയോട് പുച്ഛത്തോടെ തന്നെ പറഞ്ഞു. ഞാൻ കരുതി ഇനി നീ തിരിച്ചു വരില്ലെന്ന്. ഓ, നിങ്ങൾക്ക് വേണ്ടത് മകന് ഒരു ഭാര്യയെയല്ലല്ലോ, മകൻ്റെ ഒരു കുഞ്ഞിനെയല്ലേ? പക്ഷെ ഞാൻ ദേവൻ്റെ ഭാര്യയായിരിക്കുന്നിടത്തോളം കാലം ഞാൻ ഇവിടെ തന്നെ കാണും, കല്യാണി പറഞ്ഞു. കൊച്ചിൻ്റെ പേരും പറഞ്ഞ് 7-8 മാസം സുഖിച്ചതല്ലേ? ഈ വീട് തൂത്തു തുടച്ച് അകത്ത് കയറിയാൽ മതി. ആ തടിയൊക്കെ ഒന്ന് ഇളകട്ടെ, അമ്മ പറഞ്ഞു. അവളൊരു പുച്ഛത്തോടെ തന്നെ അമ്മയെ നോക്കി അകത്തേക്ക് നടന്നു. മുറിയിൽ ചെന്ന് അവൾ ഫ്രഷായി വന്ന് ബെഡിൽ കിടക്കുമ്പോഴാണ് ദേവൻ്റെ തലയിണയ്ക്കടിയിൽ എന്തോ ഉണ്ടെന്ന് അവൾ ആ കണ്ണിൽ ഉടക്കിയത്. അത് കയ്യിലെടുത്തതും അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ആഹാ, ഇപ്പോൾ പഴയതൊക്കെ പൊടി തട്ടിയെടുത്തല്ലേ? ഇപ്പോൾ ഇതിനോടാണ് താല്പര്യം. അതിന് ഈ കല്യാണി ഒരിക്കലും സമ്മതിക്കില്ല. അവൾ ദേവൻ്റെയും മീനുവിൻ്റെയും ഫ്രെയിമിംഗ് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. കാലത്ത് ദേവൻ എന്നെ കണ്ടിട്ടും എന്താ കാണാത്ത പോലെ പോയത്? ദേവൻ വന്നതോടെ അവൾ ചോദിച്ചു. ഞാൻ കണ്ടില്ല, ദേവൻ പറഞ്ഞു. ഓ, ഞാൻ കടുകുമണിയായല്ലോ കാണാതിരിക്കാൻ. അങ്ങനെ പറയല്ലേ, ഹിമാലയം തോറ്റുപോകും നിന്റെ മുൻപിൽ, ദേവൻ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ആ, ഞാൻ വീണ്ടും ഇത്തിരി തടി കൂടി വെച്ചു. അതൊരിക്കൽ ദേവൻ ആസ്വദിച്ചതുമാണല്ലോ. ഒരബദ്ധം ഒരിക്കലല്ലേ പറ്റൂ കല്യാണി. നോക്ക് ദേവൻ, എന്നോട് എന്തിനാ ഈ ദേഷ്യം? ദേവൻ്റെ കുഞ്ഞു മരിച്ചത് എൻ്റെ കുഴപ്പം കൊണ്ടാണോ? അല്ല, എൻ്റെ കുഴപ്പം കൊണ്ട് തന്നെയാ. ഓരോന്നിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ 1-2 വട്ടം കൂടി ആലോചിക്കണം എന്ന് പണ്ടുള്ളവർ പറയുന്നത് വെറുതെയല്ല. അല്ലെങ്കിൽ നിന്നെപ്പോലെ ഒന്നിനെ വന്ന് കെട്ടാൻ എനിക്ക് തോന്നുമോ? അവൻ പറഞ്ഞു. അപ്പോൾ ആദ്യ ഭാര്യയോടാണല്ലേ താല്പര്യം? ഒരിക്കൽ മടുത്തതൊക്കെ വീണ്ടും വേണമെന്ന് തോന്നുന്നുണ്ടോ? ഇനി അത് തോന്നിയിട്ടും കാര്യമൊന്നുമില്ല ദേവൻ. മടുത്തതൊക്കെ ഇപ്പോൾ വേറൊരുത്തൻ്റെയാ. നിനക്കെന്താ ഇപ്പോൾ വേണ്ടത്? ചോദിക്കേണ്ട താമസം നിറവേറ്റി തരുമല്ലോ. ദേവൻ്റെ ആഗ്രഹം നടത്താനല്ലാതെ ദേവൻ എൻ്റെ ആഗ്രഹത്തിന് വല്ല വിലയും കൽപ്പിച്ചിട്ടുണ്ടോ? നിനക്കെന്താ ഇപ്പോൾ അതിന് മാത്രം ആഗ്രഹം? ഈ വീട്ടിൽ നിന്നൊന്നും മാറണം. ദേവനെ ഇങ്ങനെ ആക്കി തീർക്കുന്നത് നിങ്ങളുടെ അമ്മയാണ്. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ താമസിക്കാൻ വേറെ ബംഗ്ലാവൊന്നും ഞാൻ പണിതിട്ടില്ല കല്യാണി. അതെനിക്കറിയാം. തൽക്കാലം റെൻറ്റിനൊരു വീട് നോക്കാം. കിട്ടുന്ന ശമ്പളം കൊണ്ട് ഈ വീട് തന്നെ കഴിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. പ്രസാദ് അമ്മയുടെ ചിലവ് നടത്തുന്നത് കൊണ്ട് ജീവിച്ചു പോകുന്നു. അപ്പോഴാ ഇനി റെൻറ്റിനൊരു വീട്. എങ്കിൽ നമുക്ക് എൻ്റെ വീട്ടിൽ പോയി താമസിക്കാം. പെൺവീട്ടിൽ കയറി താമസിച്ച് അന്തി ഉറങ്ങേണ്ട ഗതിയൊന്നും എനിക്കില്ല. നിനക്ക് അത്രയ്ക്കും താല്പര്യമാണെങ്കിൽ നീ അവിടെ തന്നെ പോയി നിന്നോ. അതാ ദേവൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹമെന്ന് എനിക്കറിയാം. പക്ഷേ ദേവൻ അങ്ങനെ ഒരു സ്വപ്നം കാണണ്ട. അപ്പോൾ ഇത് അങ്ങനെയൊന്നും തലയിൽ നിന്ന് പോകില്ലെന്ന്. ദേവൻ ദേഷ്യത്തോടെ അവളെ നോക്കി കട്ടിലിൽ കയറി കിടന്നു. അത് കണ്ടതും അവളും അവൻ്റെ അടുത്തായി വന്ന് കിടന്നു. അവൻ്റെ നെഞ്ചിലേക്ക് കൈ ചേർത്ത് വെച്ചു. അത് കണ്ടതും അവൻ അവളെ ഒന്ന് നോക്കി. പേടിക്കേണ്ട, ഞാൻ മെഡിസിൻ കരുതിയിട്ടുണ്ട്. അത് കേട്ടതും അവൻ അരിശത്തോടെ അവളുടെ കൈ എടുത്തു മാറ്റി തിരിഞ്ഞു കിടന്നു. എനിക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ എൻ്റെ അടുത്ത് വരുമെന്ന്. അതിന് അവനൊന്നും പ്രതികരിക്കാതെ തന്നെ കിടന്നു. മക്കളെയും ഉറക്കി എബി കാണാതെ മീനു അവൻ വരുന്നതും നോക്കിയിരുന്നു. അവൻ്റെ കാർ പുറത്തു വന്ന് നിന്നതും മീനു ആശ്വാസത്തോടെ ഡോർ തുറന്നു. നീ ഇതുവരെ ഉറങ്ങിയില്ലേ? ഇല്ല, ഡോക്ടർ വരാതെ എങ്ങനെയാ? ഞാൻ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ലേറ്റാകാറുള്ളതാ. എൻ്റെ കയ്യിൽ സെക്കൻഡ് കീ ഉള്ളതുകൊണ്ട് ആരെയും ഡിസ്റ്റർബ് ചെയ്യാതെ ഞാൻ അകത്ത് കയറിക്കോളും.
അമ്മ പറഞ്ഞു. എന്നാലും എനിക്കെന്തോ കിടന്നിട്ടുറക്കം വന്നില്ല. മീനു പറഞ്ഞു. ഇനി ഇതൊക്കെ ശീലമായിക്കോളും. ഡോക്ടർ ഡ്രസ്സ് മാറി വരൂ, ഞാൻ കഴിക്കാനെടുക്കാം. ലേറ്റായാൽ ഞാൻ ഫുഡൊന്നും കഴിക്കാറില്ല. ഒരു ഗ്ലാസ് വെള്ളം മാത്രം തന്നാൽ മതി. അതിപ്പോൾ കൊണ്ടുവരാം. മക്കൾ ഉറങ്ങിയോ? രണ്ടാൾക്കും ഇപ്പോൾ എന്നെ വേണ്ടാതായി. അവൾ ഒരു ചിരിയോടെ അതും പറഞ്ഞ് കിച്ചണിലേക്ക് നടന്നു. എബി ഷർട്ട് മാറുമ്പോഴാണ് മീനു വെള്ളവുമായി വന്നത്. കയ്യിൽ വെള്ളവുമായി തൻ്റെ മുന്നിൽ നിൽക്കുന്ന മീനുവിനെ കണ്ടതും എബി ഒരു പുഞ്ചിരിയോടെ നോക്കി. അവൻ്റെ നോട്ടം കണ്ടതും മീനു അധിക നേരം ആ മുഖത്ത് നോക്കാനാകാതെ തിരിഞ്ഞു. അവളുടെ പരവേശം കണ്ട് എബി ചിരിയോടെ തന്നെ കൈനീട്ടി. എബിയുടെ കയ്യിലെ ഗ്ലാസ് വെച്ചതും അവൻ അവളുടെ കൈവിടാതെ പിടിച്ചു നിർത്തിയതും മീനു തല ഉയർത്തി അവൻ്റെ മുഖത്തേക്ക് കയ്യിലും ഒന്ന് നോക്കി. ഡോക്ടർ, അവൾ വെപ്രാളത്തോടെ വിളിച്ചു. 2 വർഷം എൻ്റെ ഭാര്യയായി കഴിഞ്ഞിട്ടും ഞാൻ ഇപ്പോഴും നിനക്കൊരു ഡോക്ടറാണോ? അത് മക്കൾ എണീക്കും, ഞാൻ ചെല്ലട്ടെ. അവനിൽ നിന്നും വേഗം ഒഴിഞ്ഞുമാറാൻ എന്ന പോലെ അവൾ പറഞ്ഞ് എബി അവളുടെ കയ്യിലെ പിടിവിട്ടു. മീനു ആശ്വാസത്തോടെ ആ മുറിയിൽ നിന്നും ഇറങ്ങി. അത് കണ്ടതും എബി ഒരു പുഞ്ചിരിയോടെ നോക്കി നിന്നു. ഞാൻ ഇന്നും ലേറ്റാവൂട്ടോ. രാവിലെ മീനുവിനെ നോക്കിക്കൊണ്ട് ഒരു ചിരിയോടെ എബി പറഞ്ഞതും മീനു അവൻ്റെ മുഖത്ത് നോക്കാതെ തലയാട്ടി. ഡോക്ടർ എന്നിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടാകുമോ? ഒരിക്കലും ഉണ്ടാകില്ല. എല്ലാം തൻ്റെ തോന്നൽ മാത്രമാണ്. ഡോക്ടർക്ക് വേണ്ടത് മോളെ നോക്കാൻ ഒരു അമ്മയെ മാത്രമാണ്, ഒരു ഭാര്യയെയല്ല, അവൾ സ്വയം ആശ്വസിച്ചു. ഈ ജീവിതം തന്നെ അദ്ദേഹത്തിൻ്റെ ഔദാര്യമാണ്. താനും കൂടുതലൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. വൈകിയാണ് അന്നവൻ തിരിച്ചു വന്നതെങ്കിലും അവനിൽ മാറ്റം ഒന്നും ഉണ്ടായില്ല. മീനു, താൻ എൻ്റെ ഒരു 4-5 ജോഡി ഡ്രസ്സൊന്ന് പാക്ക് ചെയ്ത് വെക്കണം. എനിക്ക് മോർണിംഗ് ഫ്ലൈറ്റിന് പോകേണ്ടതാ. അത് കേട്ടതും മീനു അനുസരണയോടെ തലയാട്ടി. ഡോക്ടർ എങ്ങോട്ടാ പോകുന്നത്? USA ഡോക്ടേഴ്സ് കോൺഫറൻസ് ആണ്. എപ്പോഴാണ് തിരിച്ചു വരിക? താൻ വിളിച്ചാൽ ഞാൻ എപ്പോൾ വേണമെങ്കിലും വരാം. അവൾ എബി പറഞ്ഞത് മനസ്സിലാകാതെ അവനെ തന്നെ നോക്കി. 2 ഡേയ്സ് കോൺഫറൻസ് ആണ്. അത് കഴിഞ്ഞാൽ ഞാൻ ഉടനെ വരും. അവളൊന്ന് മൂളി. എബി ബാത്റൂമിൽ കയറിയതും മീനു അവൻ്റെ ഡ്രസ്സെല്ലാം അയൺ ചെയ്ത് ബ്രീഫ് കേസിൽ അടുക്കി വെച്ചു. എല്ലാം വെച്ചോ? ഡോക്ടർ ഒന്ന് ചെക്ക് ചെയ്തോ? എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിലോ? അത് ഞാൻ നോക്കിക്കോളാം. എന്നാൽ ഞാൻ പോകട്ടെ. എങ്ങോട്ട്? മക്കളെ അടുത്തേക്ക്. തനിക്ക് മക്കളെ മാത്രം മതിയോ? എന്നോടൊന്ന് സംസാരിക്കാൻ പോലും തനിക്ക് ടൈമില്ലല്ലോടോ. അതല്ല, നാളെ പോകാനുള്ളതല്ലേ. ഡോക്ടർ ഉറങ്ങിക്കോട്ടെ എന്ന് കരുതിയതാ. പിന്നെ ഞാൻ തിരിച്ചു വരുമ്പോൾ തനിക്ക് എന്തെങ്കിലും വേണോ? എനിക്കൊന്നും വേണ്ട. അല്ലെങ്കിലും താൻ തൻ്റെ ആവശ്യങ്ങളൊന്നും പറയാറില്ലല്ലോ. എനിക്ക് അങ്ങനെ ആഗ്രഹങ്ങളൊന്നുമില്ല ഡോക്ടർ, അതുകൊണ്ടാ. എങ്കിൽ താൻ പൊയ്ക്കോ. അവൾ അവനെ ഒന്ന് നോക്കി മുറിയിൽ നിന്നും ഇറങ്ങി. അല്ല, ഡോക്ടർക്ക് എന്തെങ്കിലും കൊണ്ടുപോകാൻ വേണോ? എങ്കിലിപ്പോൾ ഉണ്ടാക്കിത്തരാം. കൊണ്ടുപോകാൻ എനിക്കൊന്നും വേണ്ട. മീനു ഇറങ്ങിയതും അവൾ പോകുന്നത് നോക്കി എബി ചിരിച്ചു. മക്കളെ 2 പേരെയും ഒരുപോലെ ഉമ്മ വെച്ച് അവൻ അമ്മയോടും യാത്ര പറഞ്ഞു. പോയിട്ട് വരട്ടെ. അവൻ മീനുവിനെ നോക്കി പറഞ്ഞതും മീനു പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി. അവൻ പോകുന്നതും നോക്കി വിഷമത്തോടെ അവൾ നിന്നു.